ഡോക്ടർ ഗ്രിൻസൺ ജോർജ്, ഡയറക്ടർ CMRFI നമുക്കൊപ്പം ഇപ്പോൾ തത്സമയം ചെയ്യുന്നുണ്ട്. ഡോക്ടർ, ഇപ്പോഴത്തെ സാഹചര്യം അത് ശാസ്ത്രീയമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ CMRFIയുടെ ശാസ്ത്രജ്ഞന്മാർ ഉൾപ്പെടെയുള്ളവർ കടലിലെ സാമ്പിളുകൾ ശേഖരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. കടൽ എത്രത്തോളം വലിയ ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട്, എത്രത്തോളം വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നതിപ്പോൾ പ്രാഥമികമായി പറയാൻ കഴിയുമോ? ആദ്യം തന്നെ ഞാൻ മീഡിയയ്ക്ക് പ്രത്യേകം നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇത്തരം വിജിലൻ്റ് ആയിട്ടുള്ളൊരു മീഡിയ ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ഗവൺമെൻറ് ഇതര ഡിപ്പാർട്ട്മെൻറ്റുകളും വളരെ സൂക്ഷ്മമായിട്ട് ഇത് കൈകാര്യം ചെയ്യേണ്ട പ്രത്യേകം ശ്രദ്ധാലുക്കളാണ്. ഈ സംഭവം നടന്ന ഉടനെ തന്നെ മീഡിയ വളരെ ശ്രദ്ധാപൂർവം ഇത് നിരീക്ഷിച്ചതുകൊണ്ട് ഇതിൻ്റെ സോഴ്സിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നു എല്ലാ കാര്യങ്ങളും മീഡിയയിലൂടെ പൊതുജനങ്ങൾക്ക് ലഭ്യമായി. എന്തൊക്കെ നടപടികൾ പൊതുജനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തണം എന്നുള്ള കാര്യത്തിലും ഒരു കൃത്യത ജനങ്ങൾക്ക് കൊടുക്കാനായിട്ട് മീഡിയയ്ക്ക് സാധിച്ചു. എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമേ ഇത്തരമൊരു ഒരു റാപ്പിഡ് റെസ്പോൺസ് സംഭവിക്കുന്നുള്ളൂ. അപ്പം എല്ലാ ഗവൺമെൻറ് മിഷനറികളും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നു. നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഇതിൽ പ്രധാനമായിട്ടും റിഫൈൻഡ് ഓയിൽ പോലുള്ള അസംസ്കൃത വസ്തുക്കൾ പല കണ്ടെയ്നറുകളായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കണ്ടെയ്നറുകളിൽ മറ്റ് സാമഗ്രികളുണ്ടായിരുന്നു. ഒത്തിരി കണ്ടെയ്നറുകൾ ഒഴിഞ്ഞതായിരുന്നു. അപ്പം ആദ്യം തീരത്തോട്ട് അടുത്തത് അത് തെക്ക് പടിഞ്ഞാറൻ ദിശയിലോടാണ് ഇത് നീങ്ങുക എന്ന് ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് ഡോക്ടർ ബാലകൃഷ്ണൻ നായർ വ്യക്തമാക്കുകയുണ്ടായി. അത് ഏകദേശം 80% ആക്യുറേറ്റ് ആയിട്ട് അതുപോലെ തന്നെ അവർ സൂചിപ്പിച്ച ദിശയിലൂടെ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങിയത്. അപ്പം ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തീരത്തേക്ക് ഇപ്പം ആദ്യം വന്നത് ഒഴിഞ്ഞ കണ്ടെയ്നറുകളും അല്ലെങ്കിൽ മറ്റ് അസംസ്കൃത വസ്തുക്കളുമാണ്. നമ്മൾ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു റിഫൈൻഡ് ഓയിലിന്റെ സാന്നിധ്യം ഇപ്പോഴും തീരപ്രദേശങ്ങളിൽ അത്രയധികം കണ്ടുവന്നിട്ടില്ല. കാരണം രൂപപ്പെട്ടിട്ടുണ്ട് എന്ന ചിത്രങ്ങളൊക്കെ നേരത്തെ വന്നിരുന്നല്ലോ. ഇപ്പോൾ തിരുവനന്തപുരത്തെ ദൃശ്യമാണ് അല്പം മിനിറ്റുകൾക്ക് മുൻപ് നമ്മൾ കണ്ടത്. ആ കടലിന്റെ തിരയടിക്കുമ്പോൾ അതിനൊപ്പം ഈ രാസവസ്തുവുണ്ട് എന്നത് വ്യക്തമായി കാണാൻ കഴിയുന്നു. അപ്പോൾ ചാക്കിലുണ്ടായിരുന്ന രാസവസ്തുക്കളോ അല്ലെങ്കിൽ സമാനമായ വസ്തുക്കളോ കടലിൽ ആകെ കലർന്നിട്ടുണ്ട് എന്നതാണ് തിരുവനന്തപുരം തീരത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ആളുകൾക്ക് എത്രത്തോളം ദോഷകരമായ സാധ്യതയുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യസമ്പത്തുള്ള മേഖലയിലാണല്ലോ ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അവിടുത്തെ ഈ മത്സ്യത്തിന്റെ സ്വാഭാവിക വാസത്തെ എത്രത്തോളം ബാധിക്കുമെന്ന് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഓക്കെ, നമുക്ക് ഇനീഷ്യലി ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ നോക്കുക, ഇത് ഒരു ഓയിൽ സ്പില്ല് അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിലാണ് വരുന്നുണ്ടെങ്കിൽ ഉപരിതലത്തിൽ ഇതൊരു പാളിമാരിയാണ് രൂപപ്പെടുക. അപ്പോൾ അത് സെഡൻഡറി ആയിട്ടുള്ള ഓർഗാനിസംസ്, കക്ക, കല്ലുമ്മക്കായ മുതലായ വിഭാഗങ്ങളെ തീർച്ചയായിട്ടും ബാധിക്കും. വലിയ മത്സ്യങ്ങൾക്ക് ഇത്തരം മേഖലകളിൽ നിന്ന് മാറിപ്പോകാനുള്ളൊരു സാന്നിധ്യമുണ്ട്. സ്മോൾ പെലാജിക്സ്, ചെറിയ മത്സ്യങ്ങൾക്ക് അത്തരമൊരു അവൈലബിലിറ്റി ഇല്ല പെട്ടെന്ന് അങ്ങോട്ട് മാറിപ്പോകാനായിട്ട്. അപ്പോൾ നമുക്ക് ഇപ്പം നിലവിൽ ചെയ്യാവുന്ന ഹ്രസ്വകാല നടപടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മേഖലകളിൽ അതായത് എവിടെയാണ് സ്പില്ലിംഗ് നടന്നിട്ടുള്ളത് ആ സ്പില്ലിംഗ് ബന്ധപ്പെട്ട് എവിടേക്കൊക്കെയോ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകാൻ ഡിസ്പേഴ്സ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. ആ മേഖലകളെല്ലാം മത്സ്യബന്ധനം നിരോധിക്കുക എന്നുള്ളതാണ്. അപ്പം ചെറുകിട മത്സ്യബന്ധനമാണ് തീരദേശവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്ന മത്സ്യബന്ധനം. അപ്പോൾ ചെറുകിട മത്സ്യബന്ധന മേഖലയ്ക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് കൊടുത്തിരിക്കുകയാണ്. അതുപ്രകാരം അവർ മത്സ്യബന്ധനത്തിൽ ഈ ഏരിയകളിൽ മത്സ്യബന്ധനം ഏർപ്പെടുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഈ മേഖലകളിൽ നിന്നുള്ള മത്സ്യം ഇപ്പോൾ നമുക്ക് കൺസംഷന് വരുന്നില്ല. കാരണം അവിടെ ഫിഷിംഗ് ബാനാണ്. അതോടൊപ്പം ദീർഘകാല അടിസ്ഥാനത്തിൽ എന്തായിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ഇതുമായിട്ട് ബന്ധിപ്പിച്ച് പഠിക്കാൻ സാധിക്കുന്ന ഏറ്റവും അടുത്ത ശാസ്ത്ര പ്രബന്ധം മൗറീഷ്യസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കപ്പൽ ഛേദമാണ്. അപ്പോൾ അതിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ദീർഘകാല അടിസ്ഥാനത്തിൽ ഹൈഡ്രോ കാർബൺസിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് പ്രോപ്പർട്ടീസ് ഭയങ്കരമായിട്ട് വ്യത്യാസപ്പെട്ട് കാണുകയുണ്ടായി. അതിന്റെ ഒരു ഇമ്പാക്റ്റ് ഈവൻ 3 വർഷം തുടർച്ചയായിട്ട് നടന്ന സാമ്പിളിങ്ങളിൽ 3ാമത്തെ വർഷത്തെ സാമ്പിളിങ്ങിൽ പോലും ഇത്തരം സിഗ്നൽസ് അവർക്ക് ലഭിക്കുകയുണ്ടായി. പക്ഷേ നമുക്ക് വന്നിരിക്കുന്ന ഈ കപ്പൽ ഛേദവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ കൂടുതൽ നമുക്ക് സോഴ്സിൽ തന്നെ കണ്ടെയ്ൻ ചെയ്യാൻ സാധിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്. സാധാരണ എല്ലാവർക്കും ഇതെല്ലാം കേൾക്കുമ്പോൾ എല്ലാവർക്കും ചോദ്യം എന്നത് മത്സ്യം ഇനി കഴിക്കാമോ, സമീപകാലത്ത് മത്സ്യം കഴിക്കാമോ, മത്സ്യം ഇനി ഉടനെ പിടിക്കാൻ പോകാൻ കഴിയുമോ? ഇപ്പോൾ മഴയുടെ അന്തരീക്ഷം ഉള്ളതുകൊണ്ട് കടലിൽ പോകുന്നതിന് വലിയ നിയന്ത്രണമുണ്ട്. മാത്രമല്ല കടൽ അത്രത്തോളം റഫുമാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് ഇപ്പോൾ കടലിൽ പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. ഈ അന്തരീക്ഷം മാറുമ്പോൾ കടലിൽ പോകാൻ കഴിയുമോ, മത്സ്യം പിടിക്കാൻ കഴിയുമോ, അത് വാങ്ങി കഴിക്കുന്നത് ആരോഗ്യകരമാണോ? അതാണല്ലോ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയം. അക്കാര്യത്തിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡയറക്ഷൻ നൽകാൻ കഴിയുമോ?
ആക്ച്വലി ആ ഡയറക്ഷൻ തീർച്ചയായിട്ടും ഉടനെ തന്നെ എനിക്ക് തോന്നുന്നു ഇന്ന് വൈകിട്ടോടെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഫിഷറീസ് വകുപ്പ് അതിനനുസരിച്ചുള്ളൊരു നിർദ്ദേശം പുറപ്പെടുവിക്കും. ഇപ്പം മത്സ്യം വാങ്ങി കഴിക്കുന്നതിൽ ആരും ഭയപ്പെടേണ്ടതില്ല, ആശങ്കപ്പെടേണ്ടതില്ല. കാരണം ഇപ്പം നമുക്ക് നിലവിൽ മത്സ്യബന്ധനമില്ല. ഇനി മത്സ്യബന്ധനം തുടങ്ങുന്ന സമയത്ത് എന്തായിരിക്കും നടപടി എന്നുള്ളത് നമുക്ക് അത് സ്റ്റേറ്റ് ഫിഷറീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ഉടനെ തന്നെ ഒരു സർക്കുലറായിട്ട് വരുന്നതായിരിക്കും. അതിനനുസരിച്ചായിരിക്കും ബാക്കി പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുക. താൽക്കാലികമായിട്ട് മത്സ്യബന്ധനം നിർത്തിവെച്ചതുകൊണ്ട് ഇപ്പം നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മത്സ്യം കഴിക്കുന്നതിന് തടസ്സമില്ല. മാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട സാമ്പിളിങ്ങും വിവരശേഖരണവും നടത്തുന്നുണ്ട്. കോസ്റ്റൽ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ 2 ടീമും അതുകൂടാതെ തന്നെ ഇന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രഫി, ഇൻകോയ്സ്, സീമോഫാറി 3 പേരും ചേർന്നുള്ള സംയുക്തമായ ഒരു ടീമും ഇതിൻ്റെ പരിശോധനയ്ക്കായിട്ട് നിലവിൽ ഫീൽഡിലുണ്ട്. അപ്പം ഈ സാമ്പിളുകളെല്ലാം അനലൈസ് ചെയ്ത ശേഷം നമുക്ക് കിട്ടുന്ന ചിത്രം നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരും എന്ത് തരം നടപടികളിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത്. ഇപ്പം തീർച്ചയായിട്ടും നിലവിൽ നമുക്ക് ആശങ്കപ്പെടാനായിട്ടൊന്നുമില്ല. കാരണം ഇപ്പോൾ മാർക്കറ്റിൽ വരുന്നത് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ട ഒരു സോണിൽ നിന്നുള്ള മീനുകളല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. കാരണം ഇപ്പോൾ മത്സ്യബന്ധനം ഈ മേഖലയിൽ നടക്കുന്നില്ല. ഇനി തുടർന്ന് എന്ത് ആക്ഷൻ വേണമെന്നുള്ളത് കൂട്ടായ ഒരു തീരുമാനമായിരിക്കും. ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഡെവലപ്മെന്റൽ ഏജൻസീസ്, സ്റ്റേറ്റ് ഫിഷറീസിന്റെ ഏജൻസികളും കൂടി ചേർന്ന് എടുക്കുന്ന ഒരു തീരുമാനത്തിലൂടെ ഒരു നിർദ്ദേശം തീർച്ചയായിട്ടും സെക്രട്ടറി ഫിഷറീസ് പുറപ്പെടുവിക്കാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. നന്ദി ഡോക്ടർ ഡിൻസൺ ജോർജ്. നിലവിൽ മത്സ്യം കഴിക്കുന്നതിന് ആരോഗ്യ പ്രശ്നങ്ങളില്ല. അതേസമയം ശാസ്ത്രീയമായ പഠനം ഇപ്പോൾ CMFRI ഉൾപ്പെടെ വിവിധ സർക്കാരിൻ്റെ ശാസ്ത്രീയമായ ഏജൻസികൾ എല്ലാം ചേർന്ന് പഠനങ്ങൾ നടത്തുന്നുണ്ട്, സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. കടലിൽ പോയി കഴിഞ്ഞ ദിവസം സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു, കരയിലേക്ക് എത്തുന്ന സാമ്പിളുകൾ ശേഖരിക്കുന്നുണ്ട്. അത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഇതുപോലുള്ള നിരവധി ഏജൻസികൾ ഇക്കാര്യത്തിലൊക്കെ പഠനം നടക്കുന്നുണ്ട്. വൈകിട്ടോടുകൂടി മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് അത് എങ്ങനെയായിരിക്കണം അടുത്ത ദിവസങ്ങളിൽ നമ്മൾ സ്വീകരിക്കുന്ന നിലപാട് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകും എന്നൊരു സൂചന കൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട്.